നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കമ്പനിയിലുള്ള ലാപ്ടോപ്പുകൾ, വാഹനങ്ങൾ, ഫർണിച്ചറുകൾ, ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതായത് അസറ്റുകൾ, എങ്ങനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും അവയുടെ മൂല്യം ശരിയായി എങ്ങനെ കൈകാര്യം ചെയ്യാനുമെന്നും ERP നെക്സ്റ്റ് ഉപയോഗിച്ച് ഇത് എത്ര എളുപ്പത്തിൽ ചെയ്യാമെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ എന്താണ് ഒരു അസറ്റ്, അതിനെ എങ്ങനെ തരംതിരിക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ഒരു പുതിയ അസറ്റ് എങ്ങനെ സിസ്റ്റത്തിൽ ചേർക്കാമെന്നും കാലം പോകുന്തോറും അതിന്റെ മൂല്യം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും നോക്കാം. പിന്നെ ഇടയ്ക്ക് വല്ല കേടുപാടുകളും വന്നാൽ എന്തു ചെയ്യണം, അവസാനം ഒരു അസറ്റിന്റെ ഉപയോഗം കഴിയുമ്പോൾ അതിനെ എങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കാമെന്നും നമ്മൾ പഠിക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു അസറ്റിനെ ട്രാക്ക് ചെയ്യുന്നതിന് മുൻപ് അതെന്താണെന്നും നമ്മുടെ സിസ്റ്റത്തിൽ അതിനെ എങ്ങനെയൊക്കെയാണ് ഒരുക്കേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഇത് ശരിയായാൽ മാത്രമേ തുടർന്നുള്ള എല്ലാ കണക്കുകൂട്ടലുകളും റിപ്പോർട്ടുകളും കൃത്യമാവുകയുള്ളൂ. ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സാധനം വാങ്ങുന്നത് പോലെയല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ 1,00,000 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിയാൽ ആ 1,00,000 രൂപയും ആ ഒരൊറ്റ മാസത്തെ ചെലവായി നമ്മൾ കാണിക്കില്ല. പകരം ആ ലാപ്ടോപ്പ് എത്ര വർഷം ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും വർഷത്തേക്ക് ആ ചെലവിനെ വിഭജിച്ചു കൊടുക്കും. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് ദിവസവും പ്രവർത്തിക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറുകൾ, വണ്ടികൾ, മെഷീനുകൾ, അങ്ങനെയുള്ള ഭൗതികമായ വസ്തുക്കളെക്കുറിച്ചാണ്. ഈ കാണുന്നതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ട്രാക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ സെയിൽസ് ടീമിന് വേണ്ടി ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്നു എന്ന് വെക്കുക. ആ ലാപ്ടോപ്പിനെ വാങ്ങുന്നത് മുതൽ ഉപയോഗശൂന്യമാകുന്നത് വരെ ERP നെക്സ്റ്റിൽ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ലാപ്ടോപ്പുകളെയും ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്ന ഒരൊറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാൽ ആ കാറ്റഗറിയിലുള്ള എല്ലാ അസറ്റുകളുടെയും തേയ്മാനം എങ്ങനെ കണക്കാക്കണം എന്നൊക്കെ സിസ്റ്റത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും. ഇത് നമ്മുടെ അക്കൗണ്ടിംഗ് ജോലി ഒരുപാട് എളുപ്പമാക്കും. തെറ്റുകൾ വരാനുള്ള സാധ്യതയും കുറയും. ഓരോ അസറ്റും എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ അവരുടെ മെഷീനുകൾ ഏത് സൈറ്റിലാണ് ഉള്ളതെന്ന് അറിയാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വെറും കണക്ക് മാത്രമല്ല, നമ്മുടെ സാധനങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി അറിയാനും സഹായിക്കുന്നു. ശരി, അപ്പം നമ്മുടെ ബേസിക് കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനി നമ്മുടെ ആ പുതിയ ലാപ്ടോപ്പിന് ERP നെക്സ്റ്റ് സിസ്റ്റത്തിനുള്ളിൽ എങ്ങനെ ജീവൻ കൊടുക്കാമെന്ന് നോക്കാം. ഒരു അസറ്റിന് സിസ്റ്റത്തിൽ ചേർക്കുന്നതിനു മുൻപ് അതിനെ ഒരു പ്രത്യേകതരം ഐറ്റമായിട്ട് നമ്മൾ ഉണ്ടാക്കണം. അതിൽ ഏസ് ഫിക്സ്ഡ് ആസറ്റ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ടിക്ക് ചെയ്യുമ്പോഴാണ് സിസ്റ്റത്തിന് മനസ്സിലാവുന്നത് ഇതൊരു സാധാരണ സ്റ്റോക്കല്ല, മറിച്ചൊരു സ്ഥിര ആസ്തിയാണെന്ന്. ഇവിടെ നമുക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആസ്തികളെല്ലാം സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആവും. അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് മാനുവലായി, അതായത് നേരിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ ഓട്ടോ ക്രിയേഷനാണ് എളുപ്പം. എന്നാൽ ഓരോന്നിനും പ്രത്യേക ശ്രദ്ധ വേണമെങ്കിൽ മാനുവൽ ക്രിയേഷൻ തിരഞ്ഞെടുക്കാം. നമ്മളിവിടെ നമ്മുടെ ലാപ്ടോപ്പിന്റെ വിവരങ്ങൾ ഓരോന്നായി കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ പർച്ചേസ് ബില്ലുമായി ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ വിലയും വാങ്ങിയ തീയതിയും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിൽ അവൈലബിൾ ഫോർ യൂസ് ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ആ ഡേറ്റ് മുതലാണ് സിസ്റ്റം അതിന്റെ തേയ്മാനം, അതായത് ഡിപ്രീസിയേഷൻ കണക്കാക്കി തുടങ്ങുന്നത്. ചില സമയങ്ങളിൽ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഒറ്റ സാധനമായിരിക്കില്ല. ഉദാഹരണത്തിന്, ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുമ്പോൾ അതിന് മോണിറ്റർ, CPU, കീബോർഡ്, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാർജൊക്കെ വരും. ഈ എല്ലാ ചെലവുകളും ഒന്നിച്ചു ചേർത്ത് അതിനെ ഒരൊറ്റ അസറ്റായി മാറ്റുന്നതിനെയാണ് അസറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പോൾ സിസ്റ്റത്തിലുണ്ട്. ഇനി അടുത്തതെന്താ? കാലം പോകുന്തോറും അതിന്റെ വില കുറയുമല്ലോ. അത് സിസ്റ്റം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പിന്നെ ആ ലാപ്ടോപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെ ട്രാക്ക് ചെയ്യാം? നമുക്ക് നോക്കാം. ഏതൊരു അസറ്റും നമ്മൾ ഉപയോഗിക്കുന്തോറും അതിന്റെ വില കുറഞ്ഞു വരുമല്ലോ, അല്ലേ? ഈ കുറവിനെ അക്കൗണ്ടിങ്ങില് കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിനെയാണ് നമ്മൾ തേയ്മാനം അഥവാ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ERP നെക്സ്റ്റിൽ പലതരത്തിലുള്ള ഡിപ്രീസിയേഷൻ മെത്തേഡുകളുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ രീതിയിൽ എല്ലാ വർഷവും ഒരേ തുകയായിരിക്കും വില കുറയുന്നത്. പക്ഷേ റിട്ടൺ ഡൗൺ വാല്യൂ രീതിയിൽ ഓരോ വർഷവും കുറഞ്ഞുവരുന്ന വിലയുടെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. നിങ്ങൾ ഏതു രീതി വേണമെന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതി. ബാക്കി കണക്കുകൂട്ടലൊക്കെ സിസ്റ്റം തനിയെ ചെയ്തോളും.
ഒരു അസറ്റ് ആരുടെ കയ്യിലാണുള്ളത്, എവിടെയാണിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്താനാണ് നമ്മൾ അസറ്റ് മൂവ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇത് പിന്നീട് ഓഡിറ്റിനും സാധനങ്ങളുടെ കണക്കെടുപ്പിനുമൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോ ഒരു അസറ്റിനെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുകയാണോ, അതോ ഒരു സ്റ്റാഫിന് ഉപയോഗിക്കാൻ കൊടുക്കുകയാണോ, അതല്ല അവരിൽ നിന്ന് തിരികെ വാങ്ങുകയാണോ എന്നതനുസരിച്ച് നമ്മൾ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. നമുക്ക് നമ്മുടെ പുതിയ ലാപ്ടോപ്പ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് ഇഷ്യൂ ചെയ്യാം, അതായത് ഉപയോഗിക്കാൻ കൊടുക്കാം. അപ്പോൾ അസറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും കേടുപാടുകൾ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവയ്ക്ക് പുതിയ അപ്ഗ്രേഡുകളൊക്കെ ചെയ്യേണ്ടി വരും, അല്ലേ? അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ അസറ്റിന്റെ വിലയെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. മെയിന്റനൻസ് എന്നു പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്, വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നതുപോലെ. പക്ഷേ റിപ്പയർ അങ്ങനെയല്ല. അത് പെട്ടെന്നുണ്ടാവുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതാണ്, ടയർ പഞ്ചറാകുന്നതുപോലെ. ERP നെക്സ്റ്റിൽ നമുക്ക് ഇവ രണ്ടും ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ പൊട്ടിപ്പോയെന്ന് വിചാരിക്കുക. നമ്മളത് നന്നാക്കുന്നു. ആ റിപ്പയറിന് വന്ന ചെലവ് നമുക്ക് വേണമെങ്കിൽ ആ അസറ്റിന്റെ വിലയുടെ കൂടെ ചേർക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ERP നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ പുതിയ വില വെച്ച് ഭാവിയിലേക്കുള്ള ഡിപ്രീസിയേഷൻ റീകാൽക്കുലേറ്റ് ചെയ്തോളും. ചിലപ്പോൾ നോർമൽ ഡിപ്രീസിയേഷൻ അല്ലാതെ ഒരു അസറ്റിന്റെ വിലയിൽ പെട്ടെന്ന് ഒരു വലിയ ഇടിവ് സംഭവിക്കാം. ഉദാഹരണത്തിന്, ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു മെഷീന് കേടുപാടുകൾ സംഭവിച്ചാൽ അതിന്റെ വില ഗണ്യമായി കുറയില്ലേ? ഈ മാറ്റം നമ്മുടെ സാമ്പത്തിക രേഖകളിൽ ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് നമ്മൾ അസറ്റ് വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഏതൊരു അസറ്റിനും ഒരു ഉപയോഗ കാലയളവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. നമ്മുടെ ലാപ്ടോപ്പിനെ എങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് ശരിയായ രീതിയിൽ ഒഴിവാക്കാമെന്ന് നോക്കാം. ഒരു അസറ്റിന്റെ ജീവിതചക്രത്തിലെ അവസാനത്തെ സ്റ്റെപ്പാണ് സ്ക്രാപ്പിംഗ്. ഇത് വളരെ സിമ്പിളാണ്. സ്ക്രാപ്പ് അസറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ERP നെക്സ്റ്റ് അതിന്റെ ബാക്കിയുള്ള മൂല്യം അക്കൗണ്ടിംഗ് ബുക്കുകളിൽ നിന്നൊഴിവാക്കാനുള്ള എൻട്രികൾ സ്വയം ഉണ്ടാക്കും. ഇതോടെ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും അപ്ഡേറ്റ് ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ERP നെക്സ്റ്റ് പോലുള്ളൊരു സിസ്റ്റത്തില് നിങ്ങളുടെ അസറ്റുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് വെറുതെ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് സൂക്ഷിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് സാമ്പത്തിക റിപ്പോർട്ടുകൾ സത്യസന്ധവും കൃത്യവുമാണെന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പോൾ ചോദിക്കാനുള്ളതിതാണ്, നിങ്ങളുടെ ആസ്തികൾ പറയുന്ന സാമ്പത്തിക കഥ എത്രത്തോളം കൃത്യമാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ.